ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താ, അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് മുന്നേയുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒരു നോർമൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് നോട്ട്സ് ആണ്. നമ്മുടെ ട്രെയിനിൻ്റെ ബോഗി പോലെ ഓരോ കളക്ഷൻ ഓഫ് നോട്ട്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഓരോന്നിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ നോഡാണ്. ഓക്കെ, അപ്പോൾ നോഡിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഒരു ഡേറ്റായും ഉണ്ടാവും, ഒരു അഡ്രസ്സും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു നോർമൽ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു നോഡ് സെക്കൻഡ് ഫീൽഡിൽ എന്തുണ്ടാവും? ഈ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഇതിൽ ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ അവസാനത്തിൽ എന്താ ഉണ്ടാവുക? അവിടെ എന്ന് പറഞ്ഞാൽ നോർമൽ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അവസാനത്തെ നോഡിൽ എന്ന് പറഞ്ഞാൽ അഡ്രസ്സൊന്നും ഉണ്ടാവത്തില്ല, നൺ ആയിരിക്കും. സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു സർക്കുലർ ഫോമാറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ നോഡ് ഉണ്ടല്ലോ, ലാസ്റ്റത്തെ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫസ്റ്റത്തെ നോഡായിരിക്കും. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് നോഡാണ് അല്ലേ. സോ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റത്തെ നോഡ് നമ്മളൊരു പേരൂടെ പറയുന്നുണ്ട്, ഹെഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ നോർമലി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റത്തെ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നൺ ആയിരിക്കും. ഓക്കെ, അതായത് ലാസ്റ്റത്തെ നോഡിൽ ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ. പക്ഷേ ഈ സർക്കിൾ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റത്തെ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റത്തെ നോഡായിരിക്കും. അതായത് ഇവിടെയാണ് ആ ഒരു കണക്ഷൻ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഫോർമാറ്റ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെയാണ്. ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ലാസ്റ്റത്തെ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ആയിരിക്കും. അതല്ലാതെ നോർമൽ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ലാസ്റ്റത്തെ നോഡിൻ്റെ നെക്സ്റ്റ് ഉണ്ടോ? ഇല്ല, നൺ ആയിരിക്കും. പക്ഷേ ഈ കേസിൽ ലാസ്റ്റത്തെ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഹെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം പോയിട്ട് നമുക്കൊരു നോഡും ഒരു ലിങ്ക്ഡ് ലിസ്റ്റും എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലെ ഓപ്പറേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരു നോഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഒരു കൺസ്ട്രക്ടർ കൊടുക്കും. കൺസ്ട്രക്ടറിലാണ് നമ്മൾ എന്താണ് അതിലുള്ള ഡേറ്റേനെയും നെക്സ്റ്റിനെയും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. ഡെഫ് ഫസ്റ്റ് ആർഗ്യുമെന്റ് സെൽഫ്, എന്നിട്ട് എന്താണ് നമ്മൾ പാസ് ചെയ്യുന്ന ഡേറ്റ, അതാണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇനിഷ്യലൈസ് ചെയ്യാണ്. അതായത് സെൽഫ് ഡോട്ട് ഡേറ്റ ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്ത ഡേറ്റ. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലി ഒരു നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താക്കി വെക്കുന്നത്? നണ്ണാക്കി വെക്കുന്നത്. നമുക്കറിയില്ല ഇനിഷ്യലി അത് എവിടെയാണ് അതിന്റെ നെക്സ്റ്റ് കണക്ഷൻ എന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യണേ? നണ്ണാക്കി വെച്ചു. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ട്. ഇതൊരു നോഡ്. ഓക്കെ, ഇൻഡിവിജ്വലി ഒരു നോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യണത്? ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഞാൻ ക്ലാസ് കൊടുക്കുകയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ കൊടുത്തു. ഇതിനകത്ത് ഞാൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് എന്തായിരിക്കും ഡേറ്റ അവിടെ കൊടുക്കേണ്ടത്? മെയിൻലി ഫസ്റ്റ് എല്ലാ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനും, ഈവൻ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റ്, അതായത് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആവട്ടെ, സർക്കുലർ ആവട്ടെ, അതിനൊക്കെ എന്തുണ്ടാവും? ഒരു ഹെഡ് നോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സെൽഫ് ഡോട്ട് ഹെഡ്, അതിന് നമ്മൾ ഇനിഷ്യലി എന്താക്കി വെക്കുന്നു? നണ്ണാക്കി വെക്കുന്നു. ഓക്കെ, അതായത് ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഹെഡ് നോഡിനെ നണ്ണാക്കി വെക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു നോഡ് ആഡ് ആക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതുകയാണ്, ആഡ് നോഡ്. ഓക്കെ, അപ്പോൾ ആഡ് നോഡ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും പാസ് ചെയ്യുന്നത്? ആ ഒരു ഇൻസ്റ്റൻസ് പാസ് ചെയ്യും. എന്തായാലും ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻ എല്ലാം ഫസ്റ്റ് ആർഗ്യുമെന്റ് സെൽഫാണ്. സെൽഫ് മീൻസ് സെൽഫ് തന്നെ കൊടുക്കണം എന്നല്ല, വേറെ പേര് കൊടുക്കാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒരു ഗുഡ് വേ എന്ന് പറയുന്നത് എപ്പോഴും സെൽഫ് കൊടുക്കുന്നതായിരിക്കും. അതെന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ആണ്. ഇനി ആഡ് നോഡ് ആകുമ്പോൾ നമ്മൾ ആ ഡേറ്റ, ഏത് ഡേറ്റയാണോ ആഡ് ആക്കേണ്ടത് അതുകൂടി പാസ്സാക്കണം അല്ലേ. ഇപ്പം നമ്മളൊരു നോഡിനെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ആഡ് ആക്കാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ പല കേസസ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു എലമെന്റും ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതല്ല, ലിങ്ക് ലിസ്റ്റിൽ ഓൾറെഡി എലമെന്റ്സ് ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മളൊരു നോഡിനെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ആഡ് ആക്കുന്നെങ്കിൽ അതിൽ വന്നിട്ട് മെയിൻലി രണ്ട് കേസസ് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കുന്ന കേസ്.
അപ്പോൾ ലിസ്റ്റ് എം ടി ആയിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മീൻസ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്. എനിക്ക് 4 ആണ് നമ്മുടെ എം ടി ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റിൽ ആഡ് ആക്കേണ്ട എലമെന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാനൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് എന്താ വേണ്ടത്? എൻ്റെ കയ്യിൽ ഇപ്പോൾ എലമെന്റ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്താക്കണം? ആ ഹെഡ് എന്ന് പറയുന്നത് ഈ കറണ്ട് നോഡ് തന്നെ ആക്കണം അല്ലേ. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് അതിൻ്റെ ഹെഡ്. അതായത് ഇതാണ് നമ്മുടെ നോഡ്. ഇപ്പോൾ ഞാൻ ന്യൂ നോഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇനിഷ്യലി ഇവിടെ എന്താണ്? ഇവിടെ ഒന്നുമില്ല, നണ്ണാണ് അല്ലേ, നണ്ണാണ്. ഓക്കെ, ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്താ വേണ്ടത്? അത് തന്നെയാണ് നമ്മുടെ ഹെഡായിട്ട് അസൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഹെഡിനെ ഇവിടോട്ട് പോയിന്റ് ചെയ്യിക്കുക. ഹെഡ് ഇത് തന്നെയാണെന്ന് കൺഫേം ചെയ്യുക. അതായത് സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് നോർമൽ ലിങ്ക് ലിസ്റ്റിന്റെ കേസ്. ഇനി സൈക്ലിക് ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ നെക്സ്റ്റ് ഇതാണ് നെക്സ്റ്റ് അല്ലേ, ഇതിന്റെ നെക്സ്റ്റ് ഇതിനെ തന്നെ പോയിന്റ് എങ്കിലേ സർക്കുലർ കണക്ഷൻ ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അതായത് സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ദിസ് നോഡ്. അത് തന്നെയാണ്. അതായത് സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റും തന്നെയാണ് സെൽഫ് ഡോട്ട് ഹെഡ്. അതും കൂടെ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ നോഡ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് മീൻസ് ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഡേറ്റ വെച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നോഡിൻ്റെ എം ടി ആണോ എന്നുള്ള കേസാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോണം. അതെങ്ങനെ ചെക്ക് ചെയ്യണേ? ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് വെച്ചാൽ സെൽഫ് ഡോട്ട് ഹെഡ് എം ടി ആണ്, മീൻസ് സെൽഫ് ഡോട്ട് ഹെഡിനകത്ത് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലാണ് ഈ കണ്ടീഷൻ ട്രൂ ആവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ എം ടി ആണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ നോഡ് ആക്കുക അല്ലേ. ഈ ന്യൂ നോഡാണ് നമ്മുടെ ഹെഡ് ആക്കി. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യുന്നതാണ് ആ ഒരു സർക്കുലർ കണക്ഷൻ കൊടുക്കുക. അതെങ്ങനെയാണ്? സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് അല്ലേ എന്ന് പറയണത് എന്താണ്? ആ സെൽഫ് ഡോട്ട് ഹെഡ് തന്നെയാണ്. ഇത്രയാകുമ്പോഴത്തേക്കും ആ ഒരു കണക്ഷൻ ആയി. അതായത് ആ ഒരു നോഡ് അതിനെ തന്നെ പോയിന്റ് ചെയ്യണം. ഒരു സർക്കുലർ കണക്ഷൻ അവിടെ വന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട എന്ത് കണ്ടീഷനാണ്? അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? അതുകൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, എലമെന്റ്സ് കുറച്ച് നോഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നോഡിനെ കൂടി ആ ഒരു ലിങ്ക് ലിസ്റ്റിലോട്ട് ഐ മീൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റിലോട്ട് ആഡ് ആക്കുക? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 നോഡ്സ് ഉണ്ട്, 1 2 3. ഓക്കെ, എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു നോഡ് കൂടെ എക്സ്ട്രാ ആഡ് ആക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ആഡ് ആക്കേണ്ട നോഡ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹെഡ് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നോഡായിരിക്കും ഹെഡ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുക, ഓരോ നോഡായിട്ട് ട്രാവേഴ്സ് ചെയ്യുക, ആൻഡിൽ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മുടെ ന്യൂ നോഡിനെ കൊടുക്കേണ്ടത് അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ലാസ്റ്റ് നോഡ് എടുക്കുക, അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നമ്മുടെ ന്യൂ നോഡിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ന്യൂ നോഡിലെ ലാസ്റ്റ് കണക്ഷൻ എടുത്ത് ഇവിടെ കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രാവേഴ്സ് ചെയ്യുക, ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിൽ എത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ആ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ്, അതായത് ഏത് നോഡാണോ കറന്റ് എന്തായിരിക്കും ആ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഇതിന്റെ നെക്സ്റ്റിനെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ആക്കിയ നോഡ് ഉണ്ടല്ലോ ന്യൂ നോഡ്, അതിന്റെ നെക്സ്റ്റിനെ ഹെഡിലോട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, എഴുതി. എന്നിട്ട് എനിക്ക് കറന്റ് എനിക്ക് ആ ഒരു ഹെഡിനെ ട്രാവേഴ്സ് എൻ്റെ വരെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ സെൽഫ് ഡോട്ട് ഹെഡ് ലോസ് ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിൾ എടുത്തു, അതിലോട്ട് ഞാൻ ഈ ഹെഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ട്രാവേഴ്സ് ചെയ്യണം, അതായത് ടിൽ എൻഡ് വരെ എനിക്ക് പോകണം അല്ലെ, ലാസ്റ്റ് നോഡ് വരെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് എഴുതാം. വൈൽ temp dot next not equal to self dot head എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് നോഡിന്റെ കണ്ടീഷൻ ആണ്. ലാസ്റ്റ് നോഡ് എത്തുന്നവരെ എനിക്ക് ട്രാവേഴ്സ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻഡ് വരെ എങ്ങനെ പോകണമെങ്കിൽ എന്താ ഇങ്ങനെ കൊടുക്കുക? temp equal to temp dot next. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ പറ്റണത്? 1 by 1 ആയിട്ട് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് വരും. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഇരിക്കുന്നത്? ടെമ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ
അറ്റ് ദ എൻഡ് ടെമ്പ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെമ്പിന്റെ പൊസിഷൻ ലാസ്റ്റ് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട എന്താണ്, ഈ ടെമ്പിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക, ഈ ന്യൂ നോഡ് അല്ലേ, ഇതാണ് നമ്മുടെ ന്യൂ നോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ടെമ്പിന്റെ നെക്സ്റ്റിനെ ന്യൂ നോഡായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് കൊടുക്കുകയാണ്, ടെമ്പിന്റെ നെക്സ്റ്റ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത ന്യൂ നോഡ്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ന്യൂ നോഡ്. നമ്മുടെ ഈ ന്യൂ നോഡിന്റെ നെക്സ്റ്റ്, അതായത് നമ്മൾ ഈ പിക്ചറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ന്യൂ നോഡ്. ഈ ന്യൂ നോഡിന്റെ നെക്സ്റ്റിന് എന്താക്കി കൊടുക്കുക, ഹെഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനുമായി. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? ടെമ്പിന്റെ നെക്സ്റ്റിനെ ന്യൂ നോഡ് കൊടുക്കുക, ന്യൂ നോഡിന്റെ നെക്സ്റ്റിനെ ഈ ഹെഡിലോട്ട് പോയിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഹെഡ് സെൽഫ് ഡോട്ട് ഹെഡ്. നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു നോഡ് ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ഡിലീറ്റ് ആക്കുന്നത് എന്ന് വെച്ചാൽ, ഡിലീറ്റ് നോഡ് പറയുമ്പോഴത്തേക്കും ഒരു വാല്യൂ ആയിരിക്കും തരുന്നത് ഇൻപുട്ട് ആയിട്ട് അല്ലെ. നോഡ് വിത്ത് വാല്യൂ 5 ആണ് ഡിലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ കീ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് വേരിയബിൾ നെയിം ഞാൻ കീ എന്ന് കൊടുത്തേ ഉള്ളൂ. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മേ ബി നമ്മുടെ ലിങ്ക് ലിസ്റ്റ്, ഐ മീൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമുക്കൊന്നും ചെയ്യേണ്ട അല്ലേ. അതായത് സെൽഫ് ആ ഹെഡിൽ നണ്ണാണെങ്കിൽ അത് മീൻസ് അതിനകത്തൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചെക്കിങ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ നമുക്ക് സിംപ്ലി എന്തെങ്കിലും മെസ്സേജ് പ്രിന്റ് ചെയ്താൽ മതി, കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അതാദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക, ഒരു ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. എൻ്റെ ഹെഡ് നണ്ണാണെങ്കിൽ എംപ്റ്റി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇവിടെ ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് ഹെഡ്, അത് മീൻസ് ആ ഒരു ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് കൊടുക്കാം, ഒരു മെസ്സേജ് ഞാൻ പ്രിന്റ് ചെയ്തിട്ട് ജസ്റ്റ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് പ്രിന്റ് ലിങ്ക് ലിസ്റ്റ് ഇസ് എംപ്റ്റി എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സിംപ്ലി ഒരു റിട്ടേൺ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും അതങ്ങ് റിട്ടേൺ ആയി. ഇതല്ലെങ്കിൽ എൻ്റെ അടുത്ത കണ്ടീഷനകത്ത് എന്തൊക്കെയോ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ എലമെന്റ്സിൽ ആ നോഡ്, ഈച്ച് നോഡിൽ പോയിട്ട് ആ ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ആ കീ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിമൂവ് ആക്കണം അല്ലേ. അപ്പോൾ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന നോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഡിലീറ്റിന്റെ സെക്കൻഡ് കേസാണ് പറയുന്നത്. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൽഫ് ഡോട്ട് ഹെഡ് അല്ലേ. ഇപ്പോഴത്തെ കറന്റ് ഹെഡ് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ നോഡിനെ ഡിലീറ്റ് ആക്കുക മീൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു കണക്ഷൻ എവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇതിലോട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ. അതായത് ഇപ്പോഴത്തെ സെൽഫ് ഡോട്ട് ഹെഡ് ഏതാണോ അതിന്റെ നെക്സ്റ്റിലോട്ടാണ് നമ്മുടെ ഹെഡ് ആവേണ്ടത്. അപ്പോൾ കറണ്ട് ഹെഡ് എവിടെ ആക്കണം, ഇതിനെ നമ്മുടെ ഹെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കണക്ഷൻ അങ്ങ് റിമൂവ് ആക്കുക. അപ്പോഴത്തേക്ക് എന്താ പറ്റും, അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയില്ലേ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഹെഡിനെ ഇപ്പോഴത്തെ നോഡ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഹെഡ് നോഡിന്റെ നെക്സ്റ്റ് ആണ് നമ്മുടെ ഹെഡ് ആക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്തിട്ട് ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റും ഇപ്പോഴത്തെ ഹെഡ് നോഡ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങോട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് നോഡാണോ നമ്മൾ ചെക്ക് ചെയ്യല്ലേ ഫസ്റ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യണം. അതായത് ഇഫ് ഹെഡ് നോഡ് ഇപ്പോൾ ടെമ്പാണ് അല്ലേ, ടെമ്പിന്റെ ഡേറ്റ, ടെമ്പിനകത്തുള്ള വാല്യൂ ആണ് ഡേറ്റ എന്ന് പറയുന്നത് അല്ലേ. അതെന്ന് പറയുന്നത് നമ്മളിവിടെ പാസ് ചെയ്ത വാല്യൂ ആണോ, കീ ആണോ, ആണെങ്കിൽ അത് മീൻസ് എന്താണ്, അതാണ് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ്. അതായത് ദാറ്റ് ഈസ് ദ ഹെഡ് നോഡ് ടു ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അതിനൊന്ന് ട്രാവേഴ്സ് ചെയ്യണം അല്ലേ. അതായത് ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് മനസ്സിലായി, ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് നോഡ് കണ്ടുപിടിച്ചിട്ടേ കുറച്ച് കാര്യങ്ങൾ, അതായത് ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റിനെ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കൊക്കെ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ട്രാവേഴ്സ് ചെയ്യുക, ടിൽ എൻഡ് വരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലൂപ്പ് കൊടുക്കാം. അതായത് വൈൽ temp dot next not equal to self dot head to temp dot next കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ എവിടെ വന്ന് നിൽപ്പുണ്ടാവും, നമ്മുടെ ഈ ഒരു പിക്ചർ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നിൽപ്പുണ്ടാവും. നമ്മുടെ ടെമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പുണ്ടാവും. ഓക്കെ, ടെമ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡാണ്. അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഹെഡിന്റെ നെക്സ്റ്റ്, അതായത് സെക്കൻഡ് എലമെന്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണേ, ആ സെക്കൻഡ് നോഡിനെ നമ്മുടെ ഹെഡ് ആക്കി വെക്കണ്ടേ, അതും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് മീൻസ് ഈ ഒരു കേസിലുള്ള കോഡിങ് കഴിഞ്ഞു.
അപ്പോൾ ഞാൻ സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് കൊടുത്തു. മനസ്സിലാകുന്നില്ലേ? അതായത് ഞാൻ എന്താ ചെയ്തത്, ഇതിൻ്റെ എൻ്റെ ഹെഡ് നോഡിനെയും സെക്കൻഡ് നോഡാക്കി, ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നതും ആ സെക്കൻഡ് നോഡാക്കി. ഇത്രയും ഞാൻ ചെയ്തു. പ്രിന്റ് നമുക്ക് കൊടുക്കാം കീ ഡിലീറ്റഡ്. ഓക്കെ, ആ എലമെന്റ് ഡിലീറ്റ് ആയെന്നൊരു മെസ്സേജ് കൊടുത്തു. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി അടുത്തൊരു കേസ് ഫസ്റ്റ് അല്ല, വേറെ എവിടെയുള്ള നോഡാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് നമ്മുടെ ഈ നോഡാണെന്ന് വിചാരിക്കാം. ഇതിനെയാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 കേസസ് കവർ ചെയ്തു. അതായത് ഒരു എംപ്റ്റി ലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത തേർഡ് കേസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു നോഡ്, ഹെഡ് നോഡല്ല വേറെ ഏതോ നോഡാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ട്രാവേഴ്സ് ചെയ്യുക, ടിൽ എൻഡ് വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക അല്ലേ. അതായത് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മളുടെ കീ എന്ന് പറഞ്ഞാണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഓരോ എലമെന്റ്സ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്യാം. ഓക്കെ, ട്രാവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ ബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ടെമ്പററി നമ്മൾ പറഞ്ഞല്ലോ, ടെമ്പററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിനെ പോയിന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. ടെമ്പ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എക്സ്ട്രാ പ്രീവിയസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നടക്കണേന്ന് വെച്ചാൽ ഞാൻ ആദ്യം ട്രാവേഴ്സ് ചെയ്യുന്നു. അതായത് വൈൽ നമുക്ക് പറയാം, ഒരു ലൂപ്പ് നേരത്തെ കൊടുത്ത പോലെ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ് ആകുന്നവരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആദ്യം കൊടുക്കുന്നത് എൻ്റെ പ്രീവിയസ്, പി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എഴുതാനാണ് കേട്ടോ. അപ്പോൾ പ്രീവിയസിനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടെമ്പിലോട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഇനിഷ്യലി ഇതാണ് നമ്മുടെ പ്രീവിയസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീവിയസ്. എന്നിട്ട് ഞാൻ ടെമ്പ് ഞാൻ നെക്സ്റ്റിലോട്ട് പോയിന്റ് ചെയ്തു. അപ്പോൾ ടെമ്പ് ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും ഇഫ് ടെമ്പ് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് ആണോ. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇതാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ, ടെമ്പ് ഡോട്ട് ഡേറ്റ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ എങ്ങനെയാ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് അതിന് തൊട്ട് മുന്നേയുള്ള എലമെന്റ്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രീവിയസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ വേരിയബിൾ കൂടെ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് ഏതാണോ കറണ്ട് നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കണക്ഷൻ മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പി എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നുള്ള വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. അതായത് പ്രീവിയസിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടെമ്പററിയുടെ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയണേ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ, ഈ നോഡങ്ങ് റിമൂവ് ആയി പോയില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒന്ന് ട്രാവേഴ്സ് ചെയ്യുക, ടിൽ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യുക. എന്നിട്ട് ഇനിഷ്യലി ഞാനൊരു വേരിയബിൾ നണ്ണായിട്ട് ഡിക്ലെയർ ചെയ്തു പ്രീവിയസ്. ടെമ്പ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെഡിനെ പോയിന്റ് ചെയ്യിച്ചാണ് ആദ്യം എടുക്കുന്നത്, പിന്നീട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഞാൻ എൻ്റെ പ്രീവിയസിനെ ടെമ്പിലോട്ട് സ്റ്റോർ ആക്കി വെക്കും. അതായത് ഫസ്റ്റത്തേൽ പോയിന്റ് ചെയ്യും. ടെമ്പററി എന്ന് പറയുന്നത് ടെമ്പററിയുടെ നെക്സ്റ്റ് ആണ്, അത് മീൻസ് ഇവിടുത്തെ എലമെന്റ് വരും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇതിലുള്ള ഡേറ്റയും നമ്മൾ പാസ് ചെയ്യുന്ന ഡേറ്റയും ഈക്വൽ ആണോ. ഈക്വൽ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ നോഡാണ് ഡിലീറ്റ് ആക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീവിയസിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടെമ്പററിയുടെ നെക്സ്റ്റ്, അതായത് ഇവിടോട്ട് കണക്റ്റ് ആവും. അപ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞു. അതായത് ഈ നോഡ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ ആ നോഡ് ഡിലീറ്റ് ആയി എന്ന് അർത്ഥം. ഏതൊരു ലിങ്ക് ലിസ്റ്റിന്റെയും ഒരു സോൾ എന്ന് പറയുന്നത് ആ ലിങ്ക്സ് ആണ്. ഇതുപോലെ നമ്മൾ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈൽ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് വെച്ചാൽ എൻഡ് ആകുന്നവരെ ട്രാവേഴ്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തില്ലായിരുന്നു, അത് ഇവിടെ കൊടുക്കാം. പ്രീവിയസ് നണ്ണായിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അത് നമുക്ക് ആ പ്രീവിയസ് എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ കറണ്ട് നോഡ് ഡിലീറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ലിങ്ക് മിസ്സാവാതിരിക്കാനാണ് നമ്മൾ പ്രീവിയസ് എന്നൊരു വേരിയബിൾ കൂടെ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ഇനിഷ്യലി ആ ടെമ്പിൽ ഇത് വെച്ചു. എന്നിട്ട് ഞാൻ ടെമ്പിനെ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് ആക്കി, അതായത് അടുത്ത എലമെന്റിലോട്ട് പോയിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി പ്രീവിയസ് എന്ന് പറയുന്ന ഫസ്റ്റ് നോഡും ടെമ്പ് എന്ന് പറഞ്ഞാൽ അതിന് സെക്കൻഡ് നോഡും ആയിരിക്കും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡേറ്റ, ഈ ടെമ്പിൻ്റെ ഡേറ്റ ആണോ നമ്മുടെ വാല്യൂ ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തു ഇഫ് ടെമ്പ് ഡോട്ട് ഡേറ്റ ആണോ നമ്മുടെ കീ എങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തു എന്താണ്,
പ്രീവിയസിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ടെമ്പററിയുടെ നെക്സ്റ്റ്. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ കണക്ഷൻ ആയില്ലേ. ഈ ഒരു ലൈൻ ഓഫ് കോഡിൽ അത് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മെസ്സേജ് കൂടെ കൊടുക്കാം, നമ്മളത് ഡിലീറ്റ് ആക്കി എന്നുള്ളത്. ഓക്കെ, ഞാൻ പ്രിന്റ് എന്നിട്ട് നമുക്ക് സിംപ്ലി റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ഒരു എലമെൻറ്റേ വന്നിട്ടില്ല. കീ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി നമുക്കൊരു ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതാം. ഡിസ്പ്ലേ ഫംഗ്ഷൻ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്, ഞാനപ്പോൾ അതുപോലെ അങ്ങ് എഴുതുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോസിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എം ടി ആണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആദ്യം ചെക്ക് ചെയ്യുന്നു ഇഫ് എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണേ. സെൽഫ്, ഇവിടെ ഒരു മിസ്സിങ് ഉണ്ട് അല്ലേ. ഇത് ഞാൻ പറഞ്ഞു ക്ലാസ്സിനകത്തുള്ള എല്ലാ ഫംഗ്ഷനിലും ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഉണ്ടാവും, ഒരു മസ്റ്റായിട്ട് ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവും. അതെന്താണ്, നമ്മുടെ ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ നോക്കും, ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡോട്ട് ഹെഡ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. എന്താണ്, ദ ലിങ്ക് ലിസ്റ്റ് ഈസ് എം ടി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ സിംപ്ലി അങ്ങ് റിട്ടേൺ ചെയ്തു. അതല്ല എനിക്ക് എലമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോന്നായിട്ട് ട്രാവേഴ്സ് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെമ്പററിയിലോട്ട് നമ്മുടെ സെൽഫ് ഡോട്ട് ഹെഡിനെ എടുത്ത് വെച്ചു, മീൻസ് ഫസ്റ്റത്തെ എലമെൻറ്റിനെ എടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു ലൂപ്പ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാനൊരു മെസ്സേജ് കൂടെ കൊടുക്കാം, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവണമല്ലോ എന്താ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് കൊടുക്കാം, ജസ്റ്റ് ഒരു മെസ്സേജ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ലൂപ്പ് എഴുതാണ്. ഏതാ ലൂപ്പ്, വൈൽ നമുക്കിവിടെ ഇങ്ങനെ ട്രൂ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഒരു മെസ്സേജിനകത്ത് എൻ്റെ ടെമ്പിൻ്റെ ഡേറ്റ് ആണല്ലേ, പ്രിന്റ് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റൈലിനൊക്കെ കൊടുക്കാം അല്ലേ, വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നമ്മുടെ ആരോ വെച്ചിട്ട് നമ്മൾ കാണില്ലേ ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു ആരോ വെച്ചിട്ട് എലമെൻറ്റ് പ്രിന്റ് ആവും. അത് കൊടുത്തു. എന്നിട്ട് എനിക്ക് എന്ത് വേണം, അടുത്ത എലമെൻറ്റിലോട്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ, അടുത്ത എലമെൻറ്റ് ട്രാവേഴ്സ് ചെയ്തു കൊടുത്തു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഒരിക്കലും എൻഡ് ആവാതെ ഒരു ലൂപ്പായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ, അതായത് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു, വീണ്ടും ഇങ്ങോട്ട് വന്നു, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റ് ആയിട്ട് പോകും. പക്ഷേ അവിടെ അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മുടെ ലാസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ നിർത്തണം. അതായത് നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഹെഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക് ചെയ്യുക, ആ ലൂപ്പിൽ നിന്ന് അങ്ങ് ബ്രേക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൂടെ നമ്മളിവിടെ നോക്കണം. അതൊരു എക്സ്ട്രാ കണ്ടീഷനാണ്, നമ്മൾ നോർമൽ ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്ന അപേക്ഷിച്ചിട്ട് ഇവിടെ നമ്മൾ അതും കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കുകയാണ്. ഇഫ് ടെമ്പ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഹെഡ് ആണെങ്കിൽ എന്താണ്, എനിക്ക് കഴിഞ്ഞു, എനിക്ക് ഇനി വീണ്ടും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ബ്രേക്ക് കൊടുക്കുക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അതിലെ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കോളേ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഈക്വൽ ടു നമ്മുടെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യുക കുറച്ച് നോട്ട്സിന് അല്ലേ. അപ്പോൾ ഞാൻ ആഡ് നോഡ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് കോപ്പി ചെയ്യാം കേട്ടോ. കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 10, 20, 30, 40 കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ, നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഡിസ്പ്ലേ കൊടുത്തു. അപ്പോൾ ഞാനത് റൺ ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റും നൺ വന്നു. നമുക്ക് നോക്കാം, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നണ്ണാണ് വന്നത്. നമ്മൾ ഡേറ്റ നോഡിൻ്റെ ഇത് നോക്കട്ടെ, സെൽഫ് ഡോട്ട് ഡേറ്റ. ഓക്കെ, ഇവിടെ കണ്ടോ, ഞാൻ സെൽഫ് ഡോട്ട് ഡേറ്റ ആയിക്കോൾ ഡേറ്റ കൊടുത്തു, എന്നിട്ട് ഞാൻ അഗെയിൻ സെൽഫ് ഡേറ്റയിലേക്ക് നൺ കൊടുത്തു, അതുകൊണ്ട് അവിടെ നൺ വന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ആണ്, സോറി നെക്സ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് വന്നു. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ ഒരു നോഡിനെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന കേസസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഫസ്റ്റ് ഒരു നോഡിനെ ആഡ് ആക്കുകയാണ്, ഒരു നോഡിലൂടെ ആഡ് ആക്കുകയാണ്.
CLL ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടോ? CLL ഡോട്ട് ആഡ് നോഡ് കൊടുത്തു. ഇപ്പം ഞാൻ 100 കൊടുത്തത്. എന്നിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റിലായിരിക്കും വരുന്നത്. ഇനി നമുക്ക് റിമൂവ് ആക്കി നോക്കാം. CLL ഡോട്ട് ഡിലീറ്റ് നോഡ്. ഇപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ആക്കുന്ന കേസ് നോക്കാവേ. അപ്പോഴത്തേക്കും അത് ഡിസ്പ്ലേ കൊടുക്കണ്ടേ. അത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ട് 10 പോയി, ഫസ്റ്റത്തെ നോഡ് പോയി. ഇനി വേറൊരു കേസ് കൂടെ നോക്കാം. ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു നോഡ് കൂടെ ഡിലീറ്റ് ആക്കാൻ നോക്കാം. ഞാനിപ്പോൾ 40 ഡിലീറ്റ് ആക്കണം എന്ന് വിചാരിക്കേ. അപ്പോൾ 40 ഡിലീറ്റ് ആകുമ്പോൾ 30, 100 അങ്ങനെ വരണ്ടേ. അപ്പോൾ ഞാൻ റൺ ചെയ്തു. കണ്ടോ 40 പോയി.